ഹായ്, ഫേസ്ലെസ് ആണ്. MLA പ്രതിഭയുടെ മകനായ കനിവിന്റെ ഗഞ്ച കേസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓൾറെഡി എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. 2024 ഡിസംബർ അവസാനം ആലപ്പുഴയിലെ തകഴി പാലത്തിന് സമീപം ഗഞ്ച ഉപയോഗിച്ചിരിക്കുന്നതിനും കൈവശം വെച്ചതിനുമായി 9 പേരെ എക്സൈസ് വകുപ്പ് അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരിൽ CPIM MLA യു പ്രതിഭയുടെ മകൻ കനിവും ഉണ്ടായിരുന്നു. സംഭവത്തിന്റെ വിശദാംശങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, എക്സൈസ് ഉദ്യോഗസ്ഥർ അറസ്റ്റിനിടെ കുറച്ച് ഗഞ്ച പിടിച്ചതായും കുറ്റവാളികളെ പിടികൂടിയതായും റിപ്പോർട്ട് ചെയ്തു. കണ്ടുകിട്ടിയ ഗഞ്ചായുടെ അളവ് ചെറിയതായതിനാൽ പ്രതികളെ ഉടനെ തന്നെ ജാമ്യത്തിൽ വിട്ടു. MLA യു പ്രതിഭ തന്റെ മകൻ കുറ്റവാളിയല്ലെന്നും സ്നേഹിതരോടൊപ്പം സമയം ചെലവഴിക്കുകയായിരുന്നുവെന്ന് മാത്രമാണ് പ്രസ്താവനയിൽ പറഞ്ഞത്. മീഡിയ, അതായത് സോഷ്യൽ മീഡിയ പറയുന്നത് MLA മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തിയതോടെ സംഭവത്തിന് കൂടുതൽ ശ്രദ്ധയുണ്ടായി. അവരുടെ കുടുംബത്തിനെതിരെ ലക്ഷ്യമിട്ടുള്ള പ്രചാരണമാണിത് എന്ന ആരോപണവും യു പ്രതിഭ ഉന്നയിക്കുന്നുണ്ട്. അതായത് അവർക്കെതിരെയുള്ള ആക്രമണമായിട്ടാണ് അവരിതിനെ പറയുന്നത്. സത്യമേതാണെന്ന് തെളിയിക്കപ്പെടാത്ത പക്ഷം മാധ്യമങ്ങൾ പൊതുമാപ്പ് പറയണമെന്ന് അവര് മാധ്യമങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രതിപക്ഷ പാർട്ടികൾ ഈ വിഷയത്തിൽ വ്യത്യസ്ത ആരോപണങ്ങൾ ഉന്നയിച്ച് അന്വേഷണത്തിന്റെ പരിമിതികളെയും സാധ്യതകളെയും ചൂണ്ടിക്കാട്ടി. അറസ്റ്റിന് പിന്നാലെ ഈ കേസിന്റെ അന്വേഷണം നിയന്ത്രിച്ചിരുന്ന ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണറെ, അതായത് PJ ജയരാജിനെ മലപ്പുറത്തേക്ക് സ്ഥലം മാറ്റിയതാണ് ഒരു കളി. അത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ആരോപണം നല്ല രീതിയിൽ വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനൊരു സംഭവം ഉണ്ടായതിനു ശേഷം അങ്ങനെ ഒരു സ്ഥലം മാറ്റം കാണുമ്പോൾ ആൾക്കാർക്ക് അത് മറ്റൊരു രീതിയിലും വ്യാഖ്യാനിക്കാൻ പറ്റത്തില്ല. PJ ജയരാജിനെ മാത്രമല്ല മറ്റു പലരെയും സ്ഥലം മാറ്റി എന്നാണ് കേൾക്കുന്നത്. അതിന്റെ കൂട്ടത്തിൽ PJ ജയരാജന് ശരിക്കും പറഞ്ഞാൽ സ്ഥാനക്കയറ്റത്തോടുകൂടിയാണ് സ്ഥലം മാറ്റം കിട്ടിയത്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനില്ലെന്നുള്ളതാണ് അവരുടെ പക്ഷം. ജയരാജ് റിട്ടയർ ചെയ്യുന്നതിന് 5 മാസം മാത്രം ബാക്കിയുള്ളപ്പോൾ ആണ് ഈ സ്ഥലം മാറ്റം നടന്നിരിക്കുന്നത്. ഇത് അത്ര ശരിയായ കാര്യമായിട്ട് കേൾക്കുന്നവർക്ക് തോന്നുന്നില്ല. എത്ര സ്ഥാനക്കയറ്റം കിട്ടിയാലും ഇത്തരം സംഭവങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തെയും നിയമ സംവിധാനങ്ങളിലെ സ്വാതന്ത്ര്യത്തെയും കുറിച്ച് വലിയ ചർച്ചകൾക്ക് ഇപ്പോൾ തുടക്കം കുറിക്കാൻ കാരണമായിട്ടുണ്ട്. കേരളത്തിലെ ഫിഷറീസ് മന്ത്രി സജി ചെറിയാൻ കനിവിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. പ്രതിഭയുടെ മകൻ പോളിടെക്നിക് വിദ്യാർത്ഥിയാണ്. ഞാൻ FIR വായിച്ചു, അവൻ പുകച്ചതായി പറയുന്നു. ഞാൻ പോലും ചിലപ്പോൾ സിഗരറ്റ് പുകയ്ക്കാറുണ്ട് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. ഇത്തരം പരാമർശങ്ങൾ യുവജനങ്ങളിലെ തെറ്റായ സന്ദേശം നൽകുമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. MLA പ്രതിഭ പറയുന്നത് തന്റെ മകനെതിരായ ആരോപണങ്ങൾ എല്ലാം വെറുതെയാണെന്നും തന്റെ കുടുംബത്തിനെതിരായ വ്യാജ പ്രചരണമാണ് മാധ്യമങ്ങൾ നടത്തുന്നതെന്നുമാണ് MLAയുടെ പക്ഷം. FIRൽ കനിവ് 9ാമത്തെ പ്രതിയാണെന്നും സംഘത്തിൽ നിന്ന് 3 ഗ്രാം കഞ്ചാവെ പിടിച്ചെടുത്തിട്ടുള്ളതെന്നും ഇതിനുദാഹരണമായി പ്രതിഭ പറയുന്നു. കേസിന്റെ അന്വേഷണം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായാൽ നമ്മൾക്ക് വീണ്ടും ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ബൈ.